പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ല, പിന്നെങ്ങനെ മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കും? ദൃഢവിശ്വാസം വിജയത്തിൻ്റെ കാതലാണ്. ഇത്തരം വിശ്വാസമുള്ള വ്യക്തിക്ക് നേടിയെടുക്കാൻ കഴിയാത്തതുണ്ടാവില്ല. ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ ദൃഢവിശ്വാസമുള്ളവന് കഴിയും. പരാജയപ്പെടുമോ എന്ന ഭീതി പലതിൽ നിന്നും പിന്മാറുന്നു. ജയിക്കുമെന്ന വിശ്വാസത്താൽ മുന്നേറുന്നുമില്ല. കടലിൽ വല വീശുന്ന മീൻപിടുത്തക്കാരൻ മീൻ കിട്ടിയില്ലെന്ന വിശ്വാസത്താൽ വലയെറിയാതെ മാറി നിന്നാലോ? സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത മാറ്റ് സൂക്ഷിച്ച ഏറെക്കാലം ഒരു സ്റ്റോറിൽ സഹായിയായി. ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ ഭാവിയുടെ തരംഗമാകും എന്നയാൾക്ക് തോന്നി. ആ ലൈനിലേക്കു അയാൾ ശ്രദ്ധ തിരിച്ചു. ഒരു ചെറിയ കമ്പനി തുടങ്ങി. അത് വൻ നഷ്ടത്തിലായി. എന്നിരിക്കലും ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഉപകരണങ്ങൾ എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ അയാൾ അക്ഷീണം പ്രവർത്തിച്ചു. തൻ്റെ ഉപകരണങ്ങൾക്ക് തുടർച്ചയായ ഗുണാംശങ്ങൾ ചേർത്തുകൂട്ടി അയാൾ ഉപഭോക്താക്കളുടെ ശ്രദ്ധയും സ്നേഹവും പിടിച്ചുപറ്റി. നാട്ടിലെ ദരിദ്രരെപ്പറ്റി ബോധവാനായിരുന്ന അയാൾ തൻ്റെ സമൂഹത്തെ അയാൾ സ്നേഹിച്ചു. സ്വന്തം ലാഭം മാത്രമായിരുന്നില്ല ലക്ഷ്യം. ജപ്പാനിലെ ഓരോ വീട്ടിലും ഒരു കളർ TV ഉണ്ടാവണം എന്നൊരു സ്വപ്നം അയാൾ കണ്ടു. അതിനുവേണ്ടി അയാൾ തുടർച്ചയായി പ്രവർത്തിക്കാൻ തുടങ്ങി. അയാളാണ് വിശ്വപ്രസിദ്ധമായ നാഷണൽ ഇലക്ട്രിക് ഉൽപ്പന്ന കമ്പനിയുടെ സ്ഥാപകൻ മാറ്റ് സുഷിറ്റ. താൻ തട്ടിവീണ കല്ലുകളെ ചവിട്ടുപടികളാക്കി അയാൾ വിജയം കൊയ്തു. ഹിലാരി പലവട്ടം എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 1952 കൊടുമുടിയുടെ 800 അടി മാത്രം താഴെ വരെ എത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നു. 1953 വീണ്ടും എവറസ്റ്റ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. മണ്ണിൽ മറഞ്ഞുകിടക്കുന്ന അഗാധ ഗർത്തങ്ങൾ വീശിയടിക്കുന്ന ശീതക്കാറ്റ്. അവസാനം വിഘ്നങ്ങളെല്ലാം മറികടന്ന് 1983 മെയ് 29 രാവിലെ 11:30 അവർ ഭൂമിയുടെ നെറുകയിൽ കാൽകുത്തി. 1958 ജനുവരി 4 ഹിലാരിയും സംഘവും ദക്ഷിണ ധ്രുവത്തിലെത്തി. 1985 നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ഉത്തര ധ്രുവത്തിലും 2008 ജനുവരി 11 അന്തരിച്ച പറയുകയുണ്ടായിരുന്നു. അമേരിക്കയിലെ പ്രസിദ്ധ ഫുട്ബോൾ കളിക്കാരനായ ഓജോ സിംപ്സണെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അടുത്ത കാലത്തുണ്ടായ സംഭ്രമജനകമായ ചില സംഗതികളിലേക്കു നമുക്കിപ്പോൾ കടക്കേണ്ടതില്ല. നല്ല ഫുട്ബോൾ കളിക്കാരൻ എന്നോർത്താൽ മതി. അയാൾ ഗ്രൗണ്ടിൽ ഒരു ചുഴലിക്കാറ്റ് പോലെ ഇറങ്ങിയാൽ എതിരാളികൾ പത്തി പോലെ ചിതറിപ്പോകും. ഫുട്ബോൾ കളിയിൽ അയാൾ നേടാത്തതൊന്നുമില്ല. കോടിക്കണക്കിന് പണം, കീർത്തി എല്ലാം അയാൾ നേടി. ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് സിംപ്സൺ ജനിച്ചത്. പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി കളി കാണാൻ അയാൾക്കു കഴിവുണ്ടായിരുന്നില്ല. അയാൾ ബാലനായിരുന്നപ്പോൾ ഏറ്റവും നല്ല ഫുട്ബോൾ താരം ബ്രൗൺ ആയിരുന്നു. ഒരിക്കൽ കളിച്ചു ജയിച്ച് കൈനിറയെ കപ്പുകളുമായി പുറത്തു വന്ന ബ്രൗണിനോട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടോളം ഉയരമുള്ള ഒരു ബാലൻ പറഞ്ഞു, സാർ, ഞാൻ അങ്ങയുടെ ആരാധകനാണ്. അതെയോ എന്ന് ചോദിച്ചു ബ്രൗൺ കാറിനടുത്തേക്ക് പോയി. വീണ്ടും ആരോ കാലിൽ പോണ്ടുന്നു. അതേ കുട്ടി തന്നെ. അങ്ങിതുവരെ എത്ര മത്സരങ്ങൾ കളിച്ചു, എത്ര ടച്ച് ഡൗൺ ചെയ്തു? ഇങ്ങനെയുള്ളതൊക്കെ എനിക്ക് മനഃപ്പാടമാണ്. ബ്രൗൺ പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് എന്ന് പറഞ്ഞു മുന്നോട്ട് നീങ്ങി. ആ കുട്ടി വീണ്ടും തടുത്തു നിർത്തി പറഞ്ഞു, അങ്ങ് കളിയിൽ നേടിയ വിജയങ്ങളെല്ലാം ഒരു ദിവസം ഞാൻ മറികടക്കും. ബ്രൗൺ ആശ്ചര്യത്തോടെ അവനെ നോക്കി. അവൻ്റെ പുറത്തു തട്ടി കാറിൽ കയറിപ്പോയി. ആ കുട്ടി വളർന്നു വലുതായി കളിയിൽ ബ്രൗണിൻ്റെ റെക്കോർഡ് തകർത്ത്. അതാണ് ഓജോ സിംപ്സൺ.
വസ്തുനിഷ്ഠമായ അധ്വാനത്തിൻ്റെ മഹനീയ മാതൃകയാണ് തോമസ് ആൽവ എഡിസൺ. ലോകപ്രസിദ്ധമായ ഈ ശാസ്ത്രജ്ഞൻ 1847 ജനിച്ചു. ജീവിതകാലത്ത് തന്നെ വമ്പിച്ച പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. അവയിൽ പലതും സാക്ഷാത്കൃതമായതും അദ്ദേഹത്തിലൂടെയായിരുന്നു. തോമസ് ആൽവ എഡിസൺ ആണല്ലോ വിദ്യുത് ശക്തി കണ്ടുപിടിച്ചത്. അദ്ദേഹം തൻ്റെ ആദ്യ പരിശ്രമത്തിൽ അതിൽ വിജയിച്ചതല്ല. ഏതാണ്ട് 1000 തവണ പലതരം പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത്. ഒരാൾ അദ്ദേഹത്തോട് നിങ്ങൾ 1000 പരീക്ഷണങ്ങൾ നടത്തിയതിൽ 999 പരാജയപ്പെട്ടുവല്ലേ, ഒന്നല്ലേ വിജയിച്ചുള്ളൂ എന്ന് പറഞ്ഞു. എഡിസൻ്റെ മറുപടി ഇതായിരുന്നു: ആദ്യം 999 പരീക്ഷണങ്ങളിലും ഞാനൊന്നും കണ്ടുപിടിച്ചില്ല എന്നാര് പറഞ്ഞു? ബൾബുണ്ടാക്കാനുള്ള മാർഗം എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പരീക്ഷണങ്ങൾ എന്നെ പഠിപ്പിച്ചത്. എഡിസൻ്റെ ജന്മസമയത്ത് വൈദ്യുതി അസാധാരണമായ ഒന്നായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നഗരം മുഴുവൻ വൈദ്യുതി ദീപങ്ങളാൽ പ്രകാശിതമായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ചാലകശക്തി എഡിസണായിരുന്നു. സ്വനഗ്രാഹി യന്ത്രവും കൈനറ്റോസ്കോപ്പും സ്റ്റോക്ക് ഡിറ്റക്ടറുമെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. മെലോനോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം 1993 കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് നേടിയിരുന്നു. അദ്ദേഹം 1931 ഒക്ടോബർ 21 മരിച്ചു. അപ്പോൾ അമേരിക്കൻ ഐക്യരാഷ്ട്ര നാടുകളിലെ വൈദ്യുതി ദീപങ്ങളെല്ലാം ഈ മഹാൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരവോടെ ഒരു നിമിഷം മിഴിപൂട്ടി. ടെൻസിങ്ങിനോടൊപ്പം ആദ്യമായി എവറസ്റ്റിൻ്റെ നെറുകയിൽ കാൽ കുത്തിയ സർ എഡ്മണ്ട് ഹിലാരി ഒരു തേനീച്ച വളർത്തുകാരൻ്റെ മകനായിരുന്നു. ക്വിസിൽ ശരാശരി മാർക്ക്. നാണം കുണുങ്ങി 16-ാം വയസ്സിൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ക്യൂ പോകു മലനിരകളിലേക്ക് നടത്തിയ പഠനയാത്രയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിവരച്ചത്. കേണൽ സാൻഡേഴ്സൻ്റെ കഥ ഇവിടെ പറയുന്നത് ഉചിതമായിരിക്കും. KFC എന്ന ചിക്കൻ ഫാസ്റ്റ് ഫുഡ് ഇന്ന് ഡൽഹിയിലും ബാംഗ്ലൂരുമൊക്കെ കിട്ടിത്തുടങ്ങി. ലോകത്തിൽ എല്ലാ ഭാഗത്തുമായി ആയിരക്കണക്കിന് ശാഖകളുള്ള ഈ ഫാസ്റ്റ് ഫുഡ് കമ്പനിക്ക് ഒരു കൊല്ലത്തെ വരുമാനം ആയിരക്കണക്കിന് കോടികളാണ്. ഈ വിജയത്തിനു അടിത്തറയിട്ടതും നേടിയെടുത്തതും സ്റ്റാൻഡേർഡ്സാണ്. റിട്ടയറായി ഈസി ചെയറിൽ കാലും ഞെട്ടിക്കിടക്കേണ്ട പ്രായം 63 വയസ്സ്. ഈ പ്രായത്തിലും ലക്ഷ്യമില്ലാതെ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പുറം നന്നായി പൊരിച്ച് ഉള്ളിൽ മൃദുലമായിരിക്കുന്ന വിധം കോഴിയിറച്ചി ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിൻ്റെ പാചകവിധിയുമായി പല ഹോട്ടലുകളിലും കയറിയിറങ്ങി. പല ഹോട്ടൽ മുതലാളിമാരും അതൊന്ന് വായിച്ചു നോക്കാൻ പോലും മെനക്കെടാതെ പിച്ചക്കാരനെന്ന പോലെ അദ്ദേഹത്തെ തുരത്തിവിട്ടു. സ്റ്റാൻഡേഴ്സൺ ആത്മവിശ്വാസം കൈവിട്ടില്ല. പുതിയ പുതിയ പട്ടണങ്ങളിലെത്തി പല ഹോട്ടൽ മുതലാളിമാർക്കും ആ പാചകക്കുറിപ്പുകൾ നൽകി നോക്കി. ഇങ്ങനെ കയറിയിറങ്ങിയ ഹോട്ടലുകളുടെ എണ്ണം 1006. തുടർച്ചയായി 2 വർഷത്തെ സ്ഥിര പരിശ്രമത്തിന് ശേഷം ഒരു ഹോട്ടൽ മുതലാളി ആ പാചകക്കുറിപ്പ് ശ്രദ്ധിച്ചു. അങ്ങനെ ഇന്ന് ലോകം മുഴുവനും KFC പ്രചരിച്ചുണ്ടായി. 7 തവണ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞിട്ടാണ് RH മേസിക് തൻ്റെ ന്യൂയോർക്കിൽ സ്റ്റോർ വിജയകരമാക്കിയത്. 564 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് നോവലിസ്റ്റ് ജോൺ ക്രിസ്റ്റനു മുമ്പ് പ്രസ്താവകരിൽ നിന്ന് 753 തിരസ്കാര എഴുത്തുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതു രസകരമാണ്. പരാജയത്തെക്കുറിച്ച് ആശങ്കപ്പെടരുത് എന്നർത്ഥം. 1-ാം ലോക മഹായുദ്ധത്തിൽ മുറിവേറ്റ് ഡേവിഡ് വാലഷ് ആസ്പത്രിയിലായി. ദിവസവും അദ്ദേഹം 15-16 മണിക്കൂറുകൾ വായിച്ചിരുന്നു.
അദ്ദേഹത്തിനൊരു ദിവാസ്വപ്നമുണ്ടായിരുന്നു. സംക്ഷേപ ലേഖനങ്ങളും കഥകളും നോവലുകളും ഉൾക്കൊള്ളുന്ന ഒരു മാസിക. അദ്ദേഹത്തിൻ്റെ നിതാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി വായ്പയെടുത്ത് $1300 മൂലധനവുമായി റീഡേഴ്സ് ഡൈജൻസിൻ്റെ ആദ്യ പതിപ്പ് 1922 ഫെബ്രുവരിയിൽ പുറത്തു വന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള മാസികയാണ് റീഡേഴ്സ് ഡൈജസ്റ്റ്. ഹിന്ദി ഉൾപ്പെടെ അനേകം ഭാഷകളിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നു. പാരഡൈസ് ലോസ്റ്റ് എന്ന വിസ്തൃത ഗ്രന്ഥം എഴുതാൻ ജോൺ മിൽട്ടൺ എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. നെൽസ്റ്റോയ്സ് നിഘണ്ടു പൂർത്തിയാക്കാൻ നോഹ് വെസ്റ്റർ 36 വർഷമെടുത്തു. കഠിനാധ്വാനത്തിൻ്റെ ഉത്തമ മാതൃകയാണ് കാൾ ലൂയിസ്. ജെസ്സി ഓവൽസിൻ്റെ കാലം മുതലേ അദ്ദേഹം മികച്ച കായിക താരമായിരുന്നു. 2 ലോക റെക്കോർഡുകൾ, 3 ഒളിമ്പിക്സുകളിലായി 8 സ്വർണവും 1 വെള്ളിയും. ഗിന്നസ് ബുക്കിൽ ഇടം നേടി ആശ്രിത തൻ്റെ പ്രയാണം ആരംഭിച്ചു. തുടർച്ചയായി 24 മണിക്കൂർ സൈക്കിൾ ചവിട്ടുക എന്ന യജ്ഞമായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത്. ആശ്രിത ഗിന്നസ് ബുക്കിൽ കയറി തൻ്റെ വിജയരഹസ്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആശ്രിതയുടെ മറുപടി, ജയിക്കുക എന്ന ലക്ഷ്യവുമായി സൈക്കിളിൽ കയറിയപ്പോൾ ഞാനല്ല, എൻ്റെ ആത്മചൈതന്യമാണ് എന്നെ നയിച്ചത്. അങ്ങനെ 25 വർഷങ്ങൾ കൊണ്ട് 160 ഗിന്നസ് റെക്കോർഡുകളാണ് അദ്ദേഹം നേടിയത്. അതിൽ 67 എണ്ണം ഇതേവരെ മറ്റാർക്കും മറികടക്കാനായിട്ടില്ല. അത് മറ്റൊരു റെക്കോർഡുകളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ന്യൂയോർക്കുകാരനായ ആശ്രിത ഫർമാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് ജനിച്ചത്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പിറന്ന അതേ വർഷം ചെറുപ്പത്തിൽ തൻ്റെ ഗിന്നസ് ബുക്ക് വായിക്കാനിടയായ അശ്രാന്ത അത്ഭുത സ്തംഭനായി. ഓരോ വ്യക്തികൾ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചറിഞ്ഞപ്പോൾ തനിക്കും അങ്ങനെ കഴിഞ്ഞെങ്കിൽ എന്നവൻ കൊതിച്ചു. ലബനാനിലെ തുച്ഛശമ്പളത്തിൽ കടയിൽ ജോലി നോക്കിയ ബാലൻ കടയിൽ നിൽക്കുവാൻ കഴിയാതെ 2 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് ഒളിച്ചു കടന്നു. അമ്മ വീട്ടുവേലക്കാരിയായി ജോലി ചെയ്യുകയാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ബാലൻ തൻ്റെ മുമ്പുള്ള അധ്യാപകനെ കത്തെഴുതി. തനിക്ക് ജീവിക്കണമെന്ന കുറിപ്പായിരുന്നു. അധ്യാപകൻ തിരിച്ചെഴുതി, മോശക്കാരനല്ലെന്നും കഴിവുകൾ നിന്നിലുണ്ടെന്നും ഒപ്പം ഒരു അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ആ പ്രശംസയും സഹായവും അവനെ ഉണർത്തി. അവൻ രംഗത്തിറങ്ങി. 70-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച് ലക്ഷക്കണക്കിന് ഡോളറും ആംഗല സാഹിത്യത്തിൽ അനശ്വര പ്രശസ്തിയും ആർജിച്ച് എച്ച്.ജി. ബെൽസനാണ് ആ ബാലൻ. ആവിയന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് വാട്ട് ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് തൻ്റെ പരീക്ഷണങ്ങൾ നടത്തിപ്പോന്നത്. നീരാവിയുടെ ശക്തിയാൽ റെയിലിലൂടെ ഓടുന്ന ഒരു തീവണ്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പൊതുജനം അയാളെ പരിഹസിച്ചു. പല ജ്ഞാനികളും ജെയിംസിനെ പുച്ഛിച്ചു തള്ളി. ഒടുവിൽ ആ സുദിനം വന്നു. ഒരു ജനാവലിക്ക് മുമ്പിൽ താൻ കണ്ടുപിടിച്ച ആവിയന്ത്രം പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. പത്രപ്രതിനിധികളും നാട്ടുപ്രമാണികളും ഒക്കെ ഹാജരുണ്ട്. ചില മാധ്യമങ്ങൾ അഭിപ്രായം പറഞ്ഞു, ആ കാണുന്ന കൂറ്റൻ എഞ്ചിൻ ഈ പാളത്തിൽ കൂടി നീരാവി കൊണ്ട് ഓടുമെന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനാണ് വിശ്വസിക്കുക? ആ അഭിപ്രായത്തോട് പലരും ഒത്തുചേർന്നു. ഇതിനിടയിൽ എഞ്ചിൻ ചലനക്ഷമമാക്കാൻ ജെയിംസ് പലവട്ടം ശ്രമിച്ചു പരാജയപ്പെടുമ്പോൾ കൂക്കുവിളികൾ ഉയർന്നു. ജനം കുറ്റം പറച്ചിൽ തുടർന്നു. ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല. ഒടുവിൽ ആവി കൊണ്ട് പ്രവർത്തിക്കുന്ന തീവണ്ടി പാളത്തിലൂടെ മെല്ലെ ചലിക്കാൻ തുടങ്ങി. ജനം അത്ഭുതപരതന്ത്രരായി നോക്കി നിന്നു. ആദ്യം പുച്ഛിച്ചവർ പിന്നെ
പറഞ്ഞതിനാണ് ഇതിപ്പോൾ ഓടുന്നു. ഇനി ഇതയാൾ നിർത്തുന്നതെന്നു കാണണം. 4 വയസ്സുള്ളപ്പോൾ വിൽമയ്ക്കു ന്യൂമോണിയയും മഞ്ഞപ്പനിയും വന്നു. ഒരു കാൽ പാരാലിസിസ് വന്നു തളർന്നുപോയി. കൃത്രിമക്കാലിൻ്റെ സപ്പോർട്ട് വെച്ചാണ് നടന്നത്. 9 വയസ്സായപ്പോൾ ഭംഗിയുള്ള ചുവടുവെപ്പുകളുമായി ഡോക്ടർമാർ പോലും അത്ഭുതസ്തബ്ധരായി. അവൾ ഒരു ഓട്ടക്കാരിയാകാൻ ആ വർഷം തീരുമാനമെടുത്തു. ഓരോ ഓട്ടത്തിലും പക്ഷേ അവൾ ഏറ്റവും പിറകിലായിരുന്നു. അവൾ വീണ്ടും വീണ്ടും അക്ഷീണം ഓടി. അവസാനം വീൽമാറു ഡോൾഫ് 3 ഒളിമ്പിക്സ് മെഡലുകൾ കൊയ്തു ലോകപ്രശസ്തി നേടി കാഴ്ചക്കാരെ രോമാഞ്ചഭരിതനാക്കി. ലോക കാർ രാജാവ് എന്നറിയപ്പെടുന്ന ഹെൻറി ഫോർഡ് ഒരു കർഷകൻ്റെ മകനായാണ് ജനിച്ചത്. എങ്കിലും ഒരു കർഷകനാവുക അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന് 13 വയസ്സുള്ളപ്പോഴാണ് സ്വയം ചലിക്കുന്ന ഒരു ആവിയന്ത്രം കാണുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ കുറിച്ചിട്ടു. ജീവിതം ഒരു ചലിക്കുന്ന യന്ത്രം രൂപകൽപ്പന ചെയ്യുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി ഒഴിഞ്ഞുവെക്കുമെന്ന്. അന്നുവരെയും സമ്പന്നരുടെ മാത്രം കീശയിൽ ഒതുങ്ങിയിരുന്ന സ്വന്തമായ കാർ എന്ന ആഡംബര വാഹനം സാധാരണക്കാർക്കും ലഭ്യമാക്കണമെന്ന് ഏറെ ആഗ്രഹിച്ച വ്യക്തിയാണ് ഹെൻറി ഫോർഡ്. ഒരു ചെറിയ കാർ കമ്പനിയിൽ ജോലി നേടിയെടുത്ത അദ്ദേഹം പകൽ ആവി എഞ്ചിനുകൾ നന്നാക്കുന്ന ജോലിയും രാത്രിയിൽ ചില്ലറ കോഴ്സുകളുടെ പഠനവും നടത്തിപ്പോന്നു. വർഷങ്ങളുടെ ശ്രമഫലമായി സ്വന്തമായി ഒരു കാർ നിർമ്മിച്ചെടുക്കണമെന്ന ഉത്തമ ബോധ്യവും ധൈര്യവും അദ്ദേഹത്തിനുണ്ടായി. ഇങ്ങനെ സ്വന്തമായി കാർ നിർമ്മിക്കുന്നതിന് സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി തന്നെ ആവശ്യമാണെന്ന് തിരിച്ചറിവിൽ നിന്നുമാണ് ഫോർഡ് മോട്ടോർ കമ്പനി സ്ഥാപിതമായത്. ഇനിയും ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെലവ് കുറച്ച സാധാരണക്കാർക്ക് വാങ്ങാവുന്ന കാർ എന്ന ലക്ഷ്യം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചിന്താ വൈശിഷ്ട്യം കാരണം കമ്പനി തുടങ്ങി 5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലക്ക് കാർ നിർമ്മിച്ചു നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കാറുകൾക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വൻ ഓർഡറുകൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു. വില കുറച്ച് കർഷകർക്ക് പോലും വാങ്ങാവുന്ന കാർ എന്നത് സ്വപ്നമല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നുമുള്ള തിരിച്ചറിവ് വിദേശ രാജ്യങ്ങളിൽ വമ്പൻ തരംഗങ്ങൾ സൃഷ്ടിച്ചു. ലോകമുള്ളിടത്തോളം കാലം സ്മരിക്കത്തക്ക രീതിയിൽ പാദമുദ്ര പതിപ്പിച്ച് നേതൃത്വശേഷി പ്രകടിപ്പിച്ച ഈ അസാമാന്യ പ്രതിഭ ധൈര്യത്തിൻ്റെ ബിന്ദുവായി ഇന്നും നിലകൊള്ളുന്നു. ഞാൻ ചെയ്ത പ്രവൃത്തികളിൽ പകുതിയും പരാജയപ്പെട്ടു. ഞാൻ ഇനി എന്തു ചെയ്യണം? പരാജയഭാരത്താൽ ദുഃഖിതനായ ഒരാൾ ഗുരുവിൻ്റെ പക്കലെത്തി പരിഭവിച്ചു. ആ മനുഷ്യനെ ഗുരു കരുണാപൂർവം നോക്കി. അല്പസമയത്തിനു ശേഷം ഗുരു കണ്ണുകൾ തുറന്നു. ന്യൂയോർക്ക് ടൈംസിൻ്റെ 1970 പഞ്ചാംഗത്തിൽ 930 പേജ് നോക്കുക. അത് ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം. വിചിത്രമായ ഈ ഉപദേശം കേട്ട് ആ മനുഷ്യൻ ചിന്താക്കുഴപ്പത്തിലായി. ഒടുവിൽ അയാൾ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് പഞ്ചാംഗത്തിലെ 930 പേജ് നോക്കി. അവിടെ ഇപ്രകാരം എഴുതിയിരുന്നു: മഹാനായ ബോസ്ബോൾ കളിക്കാരൻ ടൈക്കോബിന് ലഭിച്ച ആജീവാനന്ദ ശരാശരി 0.367. ഗുരുവിൻ്റെ അടുത്ത് തിരികെ എത്തിയ അയാൾ താൻ കണ്ടെത്തിയ കാര്യം അറിയിച്ചു. കൊള്ളാം, താങ്കളുടെ ഉത്തരം ശരിയാണ്, ഗുരു പറഞ്ഞു. ടൈക്കോബ് 0.367. ഓരോ 3 പ്രാവശ്യത്തിലും ഒരു പ്രാവശ്യം മാത്രമാണ് കോബിന് വിജയം
ലഭിച്ചിരുന്നത്. ഓരോ 4 പ്രാവശ്യത്തിലും 2 പ്രാവശ്യം അയാൾ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ഗുരു പറഞ്ഞു.